ഓണക്കാലത്ത് ഒട്ടേറെ ഭക്തരെത്തുന്ന ഒരു ആരാധനാലയമാണ് കോട്ടയത്തെ വെള്ളൂർ ശ്രീ വാമനസ്വാമി ക്ഷേത്രം. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും ഒരുപാട് പ്രത്യേകതയുള്ള ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ കാണാം. ദൈവമേ കേട്ടണം. മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ വാമനക്ഷേത്രം. 1500-ലധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ക്ഷേത്രം ഓണത്തെ സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞു. വാസ്തുവിദ്യയുടെ വിസ്മയ കാഴ്ചകൾ കൂടിയാണ് ക്ഷേത്രം കാത്തുവച്ചിരിക്കുന്നത്. പെരുന്തച്ചൻ രൂപകൽപ്പന ചെയ്തതാണ് എന്ന് വിശ്വസിക്കുന്ന ഇവിടുത്തെ ശ്രീകോവിൽ ഗജപൃഷ്ഠാകാരത്തിലുള്ളതാണ്. മുൻപിൽ നിന്ന് നോക്കിയാൽ സമചതുരം, വശങ്ങളിൽ നിന്ന് നോക്കിയാൽ ദീർഘചതുരം, പിന്നിൽ നിന്ന് നോക്കിയാൽ വൃത്താകാരം. ഉപദേവനായ ശാസ്താവിനും ഇവിടെ പ്രത്യേക കൊടിമരമുണ്ട് എന്നത് മറ്റൊരു സവിശേഷത. ശാസ്താവിനെ കൂടാതെ ദുർഗയും വിഷ്ണുവും നാഗങ്ങളും യക്ഷിയും രക്ഷസും ഉപദേവതമാരാണ്. മറ്റ് ക്ഷേത്രങ്ങളിൽ ഒരു തിടപ്പള്ളി മാത്രമുള്ളപ്പോൾ ഇവിടെ 2 തിടപ്പള്ളികളുണ്ട്. പ്രഭാതത്തിലെ നിവേദ്യം തെക്കേ തിടപ്പള്ളിയിലും വൈകുന്നേരത്തെ നിവേദ്യം വടക്കേ തിടപ്പള്ളിയിലുമാണ് തയ്യാറാക്കുന്നത്. ബാലഭാവത്തിലുള്ള പ്രതിഷ്ഠയായതിനാൽ ഉത്സവത്തിന് ആനയോ വെടിമരുന്ന് പ്രയോഗമോ ഇല്ല എന്നത് മറ്റൊരു സവിശേഷത. ഇതിലെ പ്രതിഷ്ഠ ബാലരൂപത്തിലുള്ളതാണെന്നാണ് സങ്കല്പം. അപ്പോൾ ബാലനാകുമ്പോൾ ഈ ആനയെ കണ്ടാൽ പേടിക്കും, അതുപോലെ വെടിക്കെട്ട് കണ്ടാൽ പേടിക്കും എന്നൊക്കെയുള്ള ധാരണയായിരിക്കും മുമ്പുള്ളത്. ഏതായാലും ഉത്സവത്തിനിവിടെ ആനയും കയറില്ല, അതുപോലെ വെടിക്കെട്ടുമില്ല. അത് ലോകത്തിന് തന്നെ മാതൃകയായിട്ട് ഇത് മാറും, ഇതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ. ഭൂമി സംബന്ധമായ ദോഷങ്ങൾ തീരാൻ ഭക്തർ നടത്തുന്ന ഭൂമി പൂജയും ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. വാമന ക്ഷേത്രത്തിലെ 2 കാൽപാദവും ഒരു കുടയും വെച്ചിട്ടാണ് ഈ ഭൂമി പൂജ ഇവിടെ നടത്തുന്നത്. ആ തിരുവോണത്തിന് മാത്രമേ അതുള്ളൂ, വേറെ ഇടവസം ഇല്ല. അത് തന്ത്രിയെ ചെയ്യണം. വീടിൻ്റെ 4 മൂലയും നടുമുറ്റത്തും മണ്ണെടുത്ത് ഒരു ഡപ്പയ്ക്കകത്തിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് അത് വെച്ചാണ് പൂജിക്കുന്നത്. അത് വെച്ച് പൂജിച്ച് ഭഗവാന്റെ കാൽപാദത്തിൽ ഒരു സുദർശന ചക്രം വെച്ചിട്ടുണ്ട്. ആ സുദർശന ചക്രവും പൂജിച്ച സാധനം എടുത്ത് അന്ന് ഈ ഭൂമി പൂജ പുറത്ത് കഴിയുമ്പോൾ അതും കൂടെ ഈ ഭക്തർക്ക് എടുത്തു കൊടുക്കും, ഈ മണ്ണും എടുത്തു കൊടുക്കും. അപ്പോൾ ആ മണ്ണ് എടുത്തെടുത്ത് കൊണ്ട് ഇടണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രത്തിൽ ചിങ്ങമാസത്തിലെ മൂലം, പൂരാടം, ഉത്രാടം ദിവസങ്ങളിൽ നടക്കുന്ന ചാക്യാർകൂത്ത് പ്രശസ്തമാണ്. ഓണം എത്തിയതോടെ നാട്ടുകാരും വലിയ സന്തോഷത്തിൽ. ഓണം ഭഗവാന്റെ പിറന്നാളായിട്ടാണ് ആഘോഷിക്കുന്നത്. അതിന് നമ്മൾ തിരുവോണം പൂക്കളം, അലങ്കാരങ്ങൾ, തിരുവോണ സദ്യ, എല്ലാ കറികളോടും കൂടി തിരുവോണ സദ്യക്കായി നാട്ടിലെ ഒരുമാതിരി ജനങ്ങളെല്ലാവരും എത്തിച്ചേരാറുണ്ട്. വിപുലമായ സൗകര്യങ്ങളാണ് ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തർക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് മലയാളം, കോട്ടയം.